സോഷ്യലി റെലവെന്റ് ആയ ഒരു പ്ലോട്ടിനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയി പോർട്രേ ചെയ്ത ഏറ്റവും പുതിയ മഹേഷ് നാരായണൻ ചിത്രമാണ് പേട്രിയറ്റ്. ಸರ್ ನೀವು ಟೆರರಿಸ್ಟಾ ಪೊಲೀಸಾ? പേട്രിയറ്റ് എന്ന മൂവിയെ എക്സൈറ്റിംഗ് ആക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടേഴ്സ് ദ ബിഗംസ് ഈസ് റീയൂണൈറ്റിംഗ് ആഫ്റ്റർ 18 years എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഒരു ഹ്യൂജ് സ്റ്റാർ സ്റ്റഡഡ് ഒരു മൂവിയാണ് എങ്കിൽ പോലും മഹേഷ് നാരായണൻ ഈ സിനിമയിൽ അവരെ സ്റ്റാർസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ആക്ടേഴ്സ് എന്ന രീതിയിലാണ്. കാര്യം ദ ബിഗംസിനാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു മാസ് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും തന്നെ ഇതിന്റെ പ്ലോട്ടുമായിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെന്റും നടത്തിയിട്ടില്ല. എന്താണോ അവരുടെ ക്യാരക്ടേഴ്സ് സിനിമയിൽ ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് നമ്മൾ ഇതിനു മുമ്പും ഇന്റർനാഷണൽ ഫിലിംസ് ആയിട്ടും റീജിയണലി നമ്മൾ കുറെ സിനിമകൾ കണ്ടിട്ടുള്ള പ്ലോട്ടാണ് ഈ സിനിമയ്ക്ക്. എങ്കിൽ കൂടെയും ഈ സിനിമ 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ ലാഗ് അടിക്കാതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസുകൾ തന്നെയാണ്. മമ്മൂക്ക, ലാലേട്ടൻ ഇവര് വളരെ നന്നായിട്ട് തന്നെ ഇവരുടെ റോള് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിനനുസരിച്ച് ആണ് ഇവരുടെ റോൾസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവരിലുള്ള സ്റ്റാറിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ ഡയറക്ടർ കൊണ്ടുവന്നിട്ടില്ല. ഇവരുടെ റോൾസും വളരെ നീറ്റ് ആയിരുന്നു. മമ്മൂക്ക, ലാലേട്ടനായാലും അവർക്ക് പറ്റിയ റോൾസ് ആയിരുന്നു, അല്ലാതെ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവരുടെ റോൾസ് വളരെ കേക്ക് വോക്കായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ. ഫഹദ് ഫാസിൽ യൂഷ്വൽ ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ്. പുള്ളിക്ക് ഒരുപാട് കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസിലും അതേപോലെ വേലക്കാരിൽ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ ആണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ചലഞ്ചിങ് ആയിട്ടൊന്നുമില്ല. പുള്ളിയുടെ റോള് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഫീമെയിൽ കാസ്റ്റ് ഉണ്ട്. സെറിൻ ഷിഹാബ്, നയൻതാര, രേവതി എന്നിവ അടങ്ങുന്ന കുറേ പേരുണ്ട്. ഇവരും ഇവരുടെ റോൾസ് വളരെ നന്നായി ചെയ്തു. സിനിമയിൽ പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി വളരെ നന്നായിട്ടുണ്ട്. ചില ഷോട്ട്സും ഫ്രെയിംസും ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ എഡിറ്റിങ്ങിനെ പറ്റിയാണ്. 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ വലിയ ലാഗ് ഒന്നും അടിക്കില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് സിനിമ പോയിരിക്കുന്നത്. സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാം അതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കാണ്. മ്യൂസിക് വളരെ നന്നായിരുന്നു. എല്ലാവരുടെയും BGM ആണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഒക്കെ ചില BGMസും ചില മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക്. ആക്ച്വലി ഞങ്ങൾ ഈ മൂവി വൈകുന്നേരത്തെ ഷോയ്ക്കാണ് പോയത്. രാവിലെ തൊട്ട് തന്നെ മിക്സഡ് ഒപ്പീനിയൻ കൈൻഡ് ഓഫ് റിവ്യൂസും ഒപ്പീനിയൻസ് ഒക്കെ വരുന്നുണ്ട്. ആക്ച്വലി അവരൊന്നും ഈ മൂവി ഒരു മഹേഷ് നാരായണൻ ചിത്രം എന്ന രീതിയിലല്ല കണ്ടിരിക്കുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക വരുന്നു, അവരുടെ കംപ്ലീറ്റ്ലി ഒരു മാസ് പരിപാടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ ഭയങ്കര തെറ്റാണ്. കാര്യം ഇതൊരു മഹേഷ് നാരായണൻ ചിത്രമാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് എപ്പോഴും ആക്ടേഴ്സിനുള്ള ടൂൾസ് മാത്രമാണ്, അല്ലാതെ അവരെല്ലാം സ്റ്റാർ ആ ഒരു വാല്യൂ ഒന്നും ഇവര് മഹേഷ് നാരായണനെ പോലുള്ള സംവിധായകൻ അധികം അങ്ങനെ നോക്കാറില്ല. അതേപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും തന്നെ അവരുടെ ഈഗോ എല്ലാം മാറ്റി വെച്ചാണെങ്കിലും അവര് ഇതുപോലെ സോഷ്യലി റെലവെന്റ് ഒരു പ്ലോട്ടിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തു. ഇതുപോലുള്ള ചിത്രങ്ങളിൽ വലിയൊരു സ്റ്റാർ, ഇതുപോലെ ബിഗ് എംസായി ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒക്കെ തന്നെ ഒരു വലിയ കാര്യമാണ്. സോ ഇത് എല്ലാവരും ഒരു മഹേഷ് നാരായണൻ ചിത്രം എന്ന രീതിയിൽ വേണം സമീപിക്കാനായിട്ട് സിനിമയെ. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അത് വലിയൊരു ഭാഗ്യമാണ്, വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. സോ അത് ഭയങ്കര രസമായിട്ട് തോന്നി. അവരുടെ രണ്ടുപേരെല്ലാം ഒരു ബ്രോ ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാര്യം ഇവരെ രണ്ടുപേരും ഒന്നിച്ചൊക്കെ നമുക്ക് വല്ലപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. സോ ഡോണ്ട് മിസ് ദാറ്റ് ചാൻസ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ്സിൽ പറയൂ. കാണാത്തവർ തീർച്ചയായും കാണൂ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ സിനിമ. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. താങ്ക് യു.